ഹലോ ഫ്രണ്ട്സ്, പൈത്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ യൂസർ ഇൻപുട്ട് ഗെറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ആ ഇൻപുട്ട് ഗെറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു യൂസർ ഒരു വാല്യൂ എൻ്റർ ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല അത് അൺഡിഫൈൻഡ് എന്നുള്ള രീതിയിലുള്ള ഒരു വാല്യൂ എന്തെങ്കിലും ഒരു ഇനിഷ്യലൈസ് ചെയ്യാണ്. അതായത് യൂസർ ഒരു ഇപ്പം ഉദാഹരണത്തിന് എൻ്റർ നെയിം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നെയിം എൻ്റർ ചെയ്യാതെ വെറുതെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് നെയിം എന്നോ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യലൈസ് ചെയ്യുക ആ വേരിയബിളിനെ. അതായത് അങ്ങനെ ചെയ്താൽ അടുത്ത ലൈനിലോട്ട് വരുമ്പോൾ ഉള്ള എററുകൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മറ്റ് എററാണ് ഒരു ഇൻപുട്ട് വീണ്ടും ഗെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഇത് രണ്ടും ചെയ്യണം. നമുക്കൊരു ഓർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മാത്രം മതി, അതായത് ഒരു കീവേഡ് യൂസ് ചെയ്താൽ മാത്രം മതി. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. നമുക്കിപ്പം ഒരു യൂസർ ഇൻപുട്ട് ഗെറ്റ് ചെയ്യാം. ഞാനിവിടെ നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ നെയിം എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പ്രിന്റ് നെയിം എന്ന് പറയുന്നു. സോ നമ്മളിവിടെ ഒരു ഇൻപുട്ട് ഗെറ്റ് ചെയ്യുന്നു. ഇപ്പം ഞാനിവിടെ ഒന്നും കൊടുത്തില്ല, കണ്ടോ, അത് എം ടി ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മളിവിടെ നെയിം ഈസ് ഈക്വൽ ടു നെയിം ഓർ എന്നോ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് എന്നോ കൊടുക്കാം, അല്ലെ അൺഡിഫൈൻഡ് എന്ന് കൊടുക്കാം എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ പിന്നീട് ഈ നെയിം എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഈ എം ടി ആയിട്ടുള്ള ആ ഒരു പ്രശ്നം അവിടെ മാറി കിട്ടും. ഇപ്പം അതാ ഇവിടെ നമുക്ക് റൺ ചെയ്യാം. ഇവിടെ ഞാനൊന്നും കൊടുക്കുന്നില്ല, പേര് കൊടുത്താൽ കൊടുക്കുന്ന പേരായിരിക്കും വരിക. അതിവിടെ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ അൺഡിഫൈൻഡ് തന്നു. ഇവിടെ ഞാനിപ്പോൾ കുമാർ എന്ന് കൊടുത്താൽ അവിടെ കുമാർ എന്ന് വന്നോളൂ. അതല്ല ഇവിടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരു ചാൻസ് കൂടെ കൊടുത്ത് ഒരു പേര് ഗെറ്റ് ചെയ്യണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാം, ഇവിടെ ഒരു ഇൻപുട്ട് വീണ്ടും പറയാം, ഇൻപുട്ട് ഇൻവാലിഡ് എന്ന് പറയാം. എൻ്റർ നെയിം അഗെയിൻ ഇങ്ങനെ നമുക്കൊന്ന് കൊടുക്കാം. എൻ്റർ നെയിം അഗെയിൻ എന്ന് കൊടുക്കാം. ഇത് നമുക്കൊന്ന് റൺ ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ അത് വീണ്ടും ചോദിക്കും എൻ്റർ നെയിം. ഇവിടെ നമ്മളിപ്പോൾ ഒരു കുമാർ എന്ന് എൻ്റർ ചെയ്താൽ അത് കുമാർ എന്ന് വന്നോളൂ. അതല്ല ഇത് പഴയ രീതിയിലും വർക്ക് ചെയ്യും. നമുക്ക് അതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ഒരു നെയിം കൊടുക്കുവാണെങ്കിൽ പിന്നീട് അത് ചോദിക്കത്തില്ല. ഇവിടെ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്ന കണ്ട് ഇവിടെ നമുക്ക് ഒരു ഓറൂടെ വേണേൽ കൊടുക്കാം. ഇവിടെ ഓർ എന്നെ അല്ലെ അൺഡിഫൈൻഡ് എന്ന് പറയാം. ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം ഒരു പേര് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ആ യൂസർ ഇൻപുട്ടിൽ ആ നെയിം എൻ്റർ ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും ഒരു ഇൻവാലിഡ് എൻ്റർ നെയിം അഗൈൻ എന്ന് ചോദിക്കും. അവിടെ നമ്മൾ എൻ്റർ ചെയ്തില്ലെങ്കിൽ ഇത് അതിന് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്യും. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നില്ല, ഇവിടെയും ഞാൻ എൻ്റർ ചെയ്യുന്നില്ല. സോ ഈ രണ്ട് അറ്റംപ്റ്റും ഉപയോഗിച്ചു, എന്നിട്ടും ആൾ എൻ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഇത് അൺഡിഫൈൻഡ് എന്നൊരു വാല്യൂ വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓറിന്റെ യൂസേജ് ഈ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.